Okay, so hello and welcome to Nice Academy. So 4th August 2025, the Hindu news analysis നമ്മൾ നോക്കാൻ പോകുന്നത്. So moving on to first article, bio-fortified potatoes to hit Indian market soon. ഓക്കെ, നമുക്കൊരു പുതിയൊരു പൊട്ടറ്റോ വെറൈറ്റി വരികയാണ്. ബയോ-ഫോർട്ടിഫൈഡ് ആയിരിക്കുന്ന പുതിയൊരു പൊട്ടറ്റോ വെറൈറ്റി വരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഫിലിംസിൽ അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് മെയിൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GS Paper 3 അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടേഴ്സ്, ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി. സോ എന്താണ് ന്യൂസിൽ പറയുന്നത്? Bio-fortified potatoes with higher iron and vitamin A content will soon be introduced in Indian market. സൈമൺ ഹെഗ്, ഡയറക്ടർ ജനറൽ ഇന്റർനാഷണൽ പൊട്ടറ്റോ സെന്റർ, റിസർച്ച് സെന്റർ ആണ് ഇന്റർനാഷണൽ ലെവലിലുള്ളത്. സോ അവിടുത്തെ ഡയറക്ടർ ജനറൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ മൊമെന്റം, ദാറ്റ് മീൻസ് ഗ്ലോബലി പൊട്ടറ്റോ പ്രൊഡക്ഷന്റെ മൊമെന്റം അടുത്തൊരു സ്റ്റേജിലേക്ക് മാറാൻ പോവുകയാണ്. That means Indian farmers want improved potato varieties that requires less agrochemical input and offers better integration with food processing and market chain. അപ്പോൾ ഇന്ത്യൻ ഫാമേഴ്സിന് നമുക്കറിയാം പൊട്ടറ്റോ വളരെയധികം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചിപ്സിലാണെന്നുണ്ടെങ്കിലും കൂടുതലും പൊട്ടറ്റോസ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫാമേഴ്സ് അവരുടെ പൊട്ടറ്റോ വെറൈറ്റീസ് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യകത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? നിലവിൽ ഉപയോഗിക്കുന്ന പൊട്ടറ്റോ വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഗ്രോ കെമിക്കൽ ഇൻപുട്ടുകൾ നൽകണം. ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഹയർ അളവിൽ നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. ബട്ട് പുതിയൊരു വെറൈറ്റി അല്ലെങ്കിൽ ബയോ-ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു പൊട്ടറ്റോ വെറൈറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അഗ്രോ കെമിക്കൽ ഇൻപുട്ടുകൾ വളരെ കുറച്ച് മതിയാകും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ചെയിൻ, അത് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയിനും വളരെയധികം റിലയബിലിറ്റി തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ റീജിയണൽ CIP പൊട്ടറ്റോ റിസർച്ച് സെന്റർ ഈസ് ബീയിങ് സെറ്റപ്പ് നിയർ ആഗ്ര. അപ്പം നമ്മുടെ ഗ്ലോബലി നമുക്കൊരു പൊട്ടറ്റോ റിസർച്ച് സെന്റർ ഉണ്ട്, അതുപോലെ റീജിയണൽ പൊട്ടറ്റോ റിസർച്ച് സെന്റർ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ആ പൊട്ടറ്റോ റിസർച്ച് സെന്റർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ആഗ്രയിലാണ്, ഉത്തർപ്രദേശ്. സോ എന്തുകൊണ്ടാണ് ആഗ്രയിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ അടുത്ത് ഈ ഒരു പൊട്ടറ്റോ റിസർച്ച് സെന്റർ കൊണ്ടുവച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോ ഗാംഗറ്റിക് പ്ലെയിൻ, ദാറ്റ് മീൻസ് ആഗ്രയുടെ അടുത്തുള്ള ഇന്തോ ഗാംഗറ്റിക് പ്ലെയിൻ ആണ് എമോങ് വേൾഡ്സ് ലാർജസ്റ്റ് പൊട്ടറ്റോ പ്രൊഡ്യൂസിംഗ് റീജിയൻ. അതായത് ഇന്ത്യയിലുള്ള നമ്മുടെ ഇന്തോ ഗാംഗറ്റിക് പ്ലെയിൻ, അതായത് ഗംഗാ താഴ്വരയിലാണ് ഏറ്റവും കൂടുതൽ പൊട്ടറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ ഒരു ആഗ്രയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നവരും നമ്മുടെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് ആൻഡ് യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്ററിയുടെ സപ്പോർട്ടോട് കൂടിയും പിന്നീട് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നിലവിൽ ആഗ്രയിൽ ഈ ഒരു പൊട്ടറ്റോ റിസർച്ച് സെന്റർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ, ഇപ്പോൾ പൊട്ടറ്റോ ഫേംസ് യൂറോപ്പിലെയും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫേംസിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഈ പൊട്ടറ്റോ പ്രൊഡക്ഷനിൽ കൂടുതലാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ മെജോറിറ്റി നമ്മുടെ ചിപ്സ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊട്ടറ്റോ കൊണ്ട് മേക്ക് ചെയ്യുന്നതാണ്. അപ്പം ഗ്ലോബലി ഒരു പ്രീമിയം ഫുഡ് പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പൊട്ടറ്റോ ഫേംസിൽ ഇത്രയധികം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാനും സാധ്യത. ഓക്കെ, സോ മെയിൻ ഫാമേഴ്സ് ചലഞ്ചസ് ഇൻക്ലൂഡ് ലാക്ക് ഓഫ് ക്വാളിറ്റി സീഡ്സ്. സോ എന്നിരുന്നാൽ പോലും പൊട്ടറ്റോ ഒരു എന്താണ് ഒരു ലാഭം അല്ലെങ്കിൽ ഈൽഡ് ഉണ്ടാക്കുന്ന ഒരു ഫാമിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഡ്യൂ ടു ലാക്ക് ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ്സ്, ലിമിറ്റഡ് ആക്സസ് ടു ന്യൂ വെറൈറ്റീസ് ആൻഡ് ലേറ്റ് ഓർ പുവർ ക്വാളിറ്റി ഇൻപുട്സ്. അപ്പം പൊട്ടറ്റോ ഫേംസിൽ അല്ലെങ്കിൽ പൊട്ടറ്റോ പ്രൊഡക്ഷൻ ആവശ്യം കൊടുക്കുന്ന ഇൻപുട്ടുകൾ, ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി സീഡ്സ് കിട്ടുന്നത് ഫാമേഴ്സിന് വളരെ കുറവാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ടു ന്യൂ വെറൈറ്റീസ്. ഇപ്പോൾ വേൾഡ് ഓവർ പലതരത്തിലുള്ള വെറൈറ്റി ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഫാമേഴ്സിന് അത്തരത്തിലുള്ള വെറൈറ്റീസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പൊട്ടറ്റോ വെറൈറ്റീസ് ലഭിക്കുന്നത് വളരെ കുറവാണ്. CIP is working with private companies and public research bodies to multiply and distribute quality seeds across India. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് സെന്ററും അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യയിലുള്ള പബ്ലിക് റിസർച്ച് ബോഡീസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് തരത്തിലുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫാമേഴ്സിന് സപ്ലൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. A key goal is to ensure vulnerable groups have access to nutritious potatoes, especially through public food programs and school midday meals. അതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വൾണറബിൾ ഗ്രൂപ്പ്സിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പൊട്ടറ്റോ ആക്സസിബിലിറ്റി ലഭിക്കണം. അപ്പോൾ വിറ്റാമിൻ എ ആൻഡ് അയൺ കണ്ടന്റ് ഒക്കെ ഉള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പൊട്ടറ്റോസ് വൾണറബിൾ ഗ്രൂപ്പ്സ്, എസ്പെഷ്യലി വുമൻസ് ആയിക്കോട്ടെ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ലഭിക്കണം. അതന്നെ വളരെ ലോവർ കോസ്റ്റ് ലഭിക്കണം. അതെങ്ങനെയാണ് ലോവർ കോസ്റ്റ് ലഭിക്കുക?
ത്രൂ പബ്ലിക് ഫുഡ് പ്രോഗ്രാംസ് ആൻഡ് മിഡ് ഡേ മീൽ സ്കീം. മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് ഉച്ചയൂണാണ് കേട്ടോ. വീട്ടിൽ സ്കൂളുകളിൽ ഇപ്പോൾ മിഡ് ഡേ മീൽസ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ പബ്ലിക് ഫുഡ് പ്രോഗ്രാംസിലൂടെയോ ഒരു ന്യൂട്രീഷ്യസ് പൊട്ടറ്റോ ലഭിക്കുക എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. വെറൈറ്റീസ് ഡെവലപ്ഡ് ഇൻ പെറുവിലാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വിത്ത് ഹൈ ഇൻ അയൺ ആർ ബീങ് അഡാപ്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർ ഇന്ത്യൻ കണ്ടീഷൻ അണ്ടർ ICAR റിവ്യൂ. അപ്പം പെറുവിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പുതിയൊരു വെറൈറ്റി നമ്മളെ ഇന്ത്യൻ ICARന്റെ അണ്ടറിൽ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ള സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബയോ ഫോർട്ടിഫൈഡ് സ്വീറ്റ് പൊട്ടറ്റോസ് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ കർണാടകയിലും ആസാമിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ഒഡീഷയിലും ഈ ബയോ ഫോർട്ടിഫൈഡിലുള്ള സ്വീറ്റ് പൊട്ടറ്റോസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. The program align with India's priorities of agriculture innovations, improved nutrition, food security and rural development. അപ്പോൾ ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മുടെ അഗ്രികൾച്ചർ ഇന്നോവേഷൻസ്, ന്യൂട്രീഷ്യസ് ഇംപ്രവൈസേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, എസ്പെഷ്യലി ഫാമേഴ്സ് ആണ്. അപ്പോൾ അതുവഴി റൂറൽ ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാണ്. ഗ്രേറ്റർ പൊട്ടറ്റോ പ്രൊഡക്ഷൻസ് ആൻഡ് പ്രോസസിംഗ് is seen as important for both economic growth and strengthening the market chain in India. ആ പൊട്ടറ്റോ പ്രൊഡക്ഷൻ കൂട്ടുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ മാർക്കറ്റ് ചെയിൻ. ദാറ്റ് മീൻസ് മാർക്കറ്റ് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാർക്കറ്റിൽ ദൂരെയുള്ള മാർക്കറ്റിൽ കൊണ്ട് സെല് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ചെയിനും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രേറ്റർ പൊട്ടറ്റോ പ്രൊഡക്ഷൻസ് പ്രോസസിംഗും ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, അനദർ slip up by India in the trade pact with the UK. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയും അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം റീസെന്റ് ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ് സീറ്റ, ഇന്ത്യ UK കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് സീറ്റ. ഓക്കെ, ഈ ഒരു എഗ്രിമെന്റിന്റെ അകത്ത് കുറച്ച് കൺസേൺസുകൾ പറയുന്നുണ്ട്. കുറച്ച് കൺസേൺസുകൾ മെജോറിറ്റി ഫോക്കസിംഗ് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലെങ്കിൽ IPR ലോ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. Especially in the chapter relating to TRIPS, trade related aspects of intellectual property rights. അപ്പം ഈ ഒരു സീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അഗ്രിമെന്റിന്റെ അകത്ത് നമുക്ക് എസ്പെഷ്യലി നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പേറ്റന്റ് ഒക്കെ എടുക്കുന്ന കേൾക്കാറില്ല. സോ ഈ ഒരു പേറ്റന്റ് ഒക്കെ എടുക്കുന്നതിനാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സീറ്റ അഗ്രിമെന്റിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ചെറിയ രീതിയിലുള്ള കൺസേൺസ് ഈ ഒരു രണ്ട് സൈഡിലുമുള്ള ആളുകൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 13.6 ഓഫ് സീറ്റ emphasizes voluntarily licensing as the primary route to medicine access, potentially diluting India's past support for compulsory licensing to reduce medicine prices. അപ്പോൾ ഈ ആർട്ടിക്കിൾസിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് പോയിന്റ് ആണ്. ഒന്ന് വോളണ്ടറി ലൈസൻസിങ്ങും ദെൻ കമ്പൽസറി ലൈസൻസിങ്ങും. സോ വോളണ്ടറി ലൈസൻസിങ്, ഫോർ എക്സാമ്പിൾ ഒരു ഫാം എടുക്കുക, ഫേം എ എടുക്കുക. ഓക്കെ, ആ ഒരു ഫേം എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെഡിസിൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് ലൈസൻസിങ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ ഇദ്ദേഹം ഈ ഫേം എ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന മെഡിസിന് അദ്ദേഹം പറയാണ് ഇത് വോളണ്ടിയർലി ലൈസൻസിങ്. ഓക്കെ, വോളണ്ടിയർലി ലൈസൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കാം. ബി എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കമ്പനി. അപ്പൊ ഇദ്ദേഹത്തിന് പറയാണ് വോളണ്ടിയർലി ലൈസൻസിങ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇദ്ദേഹം പറയാണ് ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ ചിലപ്പോൾ 10 രൂപയായിരിക്കും, ചിലപ്പോൾ ബി ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ ചിലപ്പോൾ 5 രൂപയായിരിക്കും. സെയിം മെഡിസിൻ തന്നെ 5 രൂപക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയാണ് പറയേണ്ടത് ഓക്കെ, നിങ്ങൾ ഇത് ഉപയോഗിച്ചോളൂ. ബി എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ ഞങ്ങളുടെ ഇൻഗ്രീഡിയൻസും ഞങ്ങളുടെ അതുപോലെ തന്നെ മറ്റ് സീക്രട്സുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്തിട്ട് വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിന് 5 രൂപക്ക് നിങ്ങൾ നൽകിക്കോളൂ. സോ ഇവിടെയാണ് വോളണ്ടിയർലി ലൈസൻസിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ എ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈസൻസിങ് ബി എന്ന കമ്പനിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കലാണ് എ എന്ന കമ്പനിയുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് വേണമെങ്കിൽ കൊടുക്കാതെയും ഇരിക്കാം. സോ ഇതിനാണ് നമ്മൾ വോളണ്ടിയർലി ലൈസൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് സെയിം മോഡലിലേക്ക് നമ്മൾ കമ്പൽസറി ലൈസൻസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം കണ്ടീഷൻസിൽ ഇദ്ദേഹം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഗവൺമെന്റ് പറയുന്നു നിങ്ങൾ കമ്പൽസറി ലൈസൻസിങ് ആണ്. ഓക്കെ, അതായത് ദാറ്റ് മീൻസ് ഈ ഒരു കമ്പനി 10 രൂപക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു മെഡിസിൻ ചിലപ്പോൾ മാർക്കറ്റിലെ പല ആളുകൾക്കും ഇത് ആക്സസിബിൾ ആയിരിക്കില്ല, 10 രൂപക്ക് അത് വാങ്ങാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല.
അപ്പം മറ്റൊരു കമ്പനി ബി എന്ന് പറഞ്ഞ കമ്പനി വന്ന് പറയാണ് ഞങ്ങൾ ഇത് വേണമെങ്കിൽ 5 രൂപയ്ക്ക് ഈ മെഡിസിൻസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വൾണറബിൾ സെക്ഷൻസിന് കൊടുക്കാം. അപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് നിങ്ങൾ കമ്പൽസറി ലൈസൻസിങ്ങിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഫേം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇദ്ദേഹം എ എന്ന് പറഞ്ഞ കമ്പനി തീർച്ചയായിട്ടും ബി എന്ന കമ്പനിക്ക് അദ്ദേഹത്തിന്റെ ടെക്നോളജിയും മറ്റ് ഇൻഗ്രീഡിയൻസും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ബിക്കോസ് ആ ഒരു കമ്പനി 5 രൂപക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കുക. അതായത് ഹൈ എൻഡിൽ ഈൽഡ് അല്ലെങ്കിൽ ലാഭം ആന്റി പ്രോഫിറ്റിയറിങ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരാം. ഇത് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊറോണ ടൈമിലായിരുന്നു. കോവിഡ് ടൈമിൽ കമ്പൽസറി ലൈസൻസിങ്, അതായത് ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാക്സിൻസുകൾ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ വളരെ പ്രൈസിംഗ് ആണ്. അപ്പോൾ പ്രൈസിംഗ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യയിലുള്ള ഒരു ബയോടെക്കിൽ വെച്ചിട്ട് നമുക്ക് മെഡിസിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മുടെ കോവിഡ് ടൈമിൽ ന്യൂസിൽ ഉണ്ടായിരുന്നു, കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഐഡിയ മാത്രം ആദ്യം മനസ്സിലാക്കുക, വളണ്ടറി ലൈസൻസിങ് ആൻഡ് കമ്പൽസറി ലൈസൻസിങ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസിൽ പറയാൻ പോകുന്ന കാര്യം? ആർട്ടിക്കിൾ 13.6 ഓഫ് സീറ്റ എംഫസൈസസ് വളണ്ടറി ലൈസൻസ് ആസ് എ പ്രൈമറി റൂട്ട് ടു മെഡിസിൻ ആക്സസ്. അപ്പം ഈ സീറ്റ അഗ്രിമെന്റിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളണ്ടറി ലൈസൻസിങ് കൊടുക്കാം കമ്പനികൾക്ക്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് പൊട്ടൻഷ്യലി ഡയലൂട്ടിങ് ഇന്ത്യസ് പാസ് സപ്പോർട്ട് ഫോർ കമ്പൽസറി ലൈസൻസിങ് ടു റെഡ്യൂസ് മെഡിസിൻ പ്രൈസസ്. അപ്പൊ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമ ഓഫ് ദ വേൾഡ് എന്നാണ് ഇന്ത്യ അറിയപ്പെടാറുള്ളത്. അപ്പൊ കമ്പൽസറി ലൈസൻസിങ് ആണ് ഇന്ത്യ പലപ്പോഴായിട്ടും കൊടുക്കാറുള്ളത്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു കമ്പനി വേണമെങ്കിൽ അതിനേക്കാൾ വില കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, എന്നാൽ മാത്രമാണ് നമ്മുടെ ഏറ്റവും വൾണറബിൾ ആയുള്ള സെക്ഷൻസിന് ഈ ഒരു മെഡിസിൻസ് അഫോർഡബിൾ ആയി മാറും. അതുകൊണ്ടാണ് കമ്പൽസറി ലൈസൻസിങ് ആണ് ഇന്ത്യ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. So compulsory licensing which India has historically favored allows productions of affordable patent drugs, critical in cases like the cancer drug sorafenib tosylate. That means cancer drugs പോലും compulsory licensing നൽകി വില കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കാറുണ്ടായിരുന്നു. High drug prices are often result of monopoly patents and rent seeking. That means ഡ്രഗ് പ്രൈസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിക്ക് കമ്പൽസറി ലൈസൻസിങ് ആണ്. ഇദ്ദേഹം മറ്റാർക്കും ഈ ഒരു ടെക്നോളജി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇടുന്ന വിലക്ക് ആ ഒരു മെഡിസിൻ നമ്മൾ വാങ്ങേണ്ടി വരും. ചിലപ്പോൾ 100 രൂപ ചിലപ്പോൾ ആ മെഡിസിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു 100 രൂപക്ക് നമ്മൾ മെഡിസിൻ വാങ്ങേണ്ടി വരും. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ മോണോപോളി ക്രിയേറ്റ് ചെയ്യുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. കമ്പൽസറി ലൈസൻസ് ഹാവ് ഹെൽപ്ഡ് ലോവർ കോസ്റ്റ്സ് ഇൻ ഇന്ത്യ. ഇപ്പൊ കമ്പൽസറി ലൈസൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ കോസ്റ്റിന് മറ്റൊരു കമ്പനിക്ക് വേണമെങ്കിൽ ആ ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്യാം. Patent law requires patent to be worked in India, enabling compulsory license when this isn't done. That means patent law പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കണ്ടീഷനിൽ patent lawയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇത്തരത്തിൽ ലൈസൻസിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുകയുള്ളൂ, കമ്പൽസറി ലൈസൻസുകളാണെങ്കിൽ ലഭിക്കുകയുള്ളൂ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ലോ ബഡ്ജറ്റിൽ നമുക്ക് ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന മെഡിസിൻസുകൾ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. ബട്ട് സീറ്റ അഗ്രിമെന്റിൽ ഈ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. അവർ ഫേവർ എന്തിനാണ്? വോളണ്ടറി ലൈസൻസിങ്ങിന് വേണ്ടി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, Medicine Sans 40 highlights how Big Pharma uses voluntary license to control prices, supplies and access, limiting availability of affordable medicines. അപ്പം ബിഗ് ഫാർമ കമ്പനീസ് ഈ വോളണ്ടറി ലൈസൻസ് ഉപയോഗിച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന മെഡിസിൻസ് അവർ പ്രൈസസ് അവർ കൺട്രോൾ ചെയ്യാം, സപ്ലൈസ് അവർ കൺട്രോൾ ചെയ്യാം, ആക്സസ് അവർ കൺട്രോൾ ചെയ്യാം, ആരിത് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്യും. ബിക്കോസ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത്? ഒരു ജനറിക് മെഡിസിൻ ആയിരിക്കില്ല. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ വലിയൊരു കമ്പനീന്റെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ അവർ കൺട്രോൾ ചെയ്യും. ബിക്കോസ് വോളണ്ടറി ലൈസൻസിങ് ആണ്, മറ്റൊരാൾക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. The pact undermines India's long-standing demand at WTO and multilateral forums for technology transfer from developed to developing countries on favorable terms. അപ്പം ഈ ഒരു കണ്ടീഷൻസ് ഒരുപാട് കാലമായി ഇന്ത്യയുടെ ഏറ്റവും ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡിമാൻഡാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ മറ്റ് മൾട്ടിലാറ്ററൽ ഫോറംസിലും ഇന്ത്യ പലപ്പോഴും പറയുന്ന കാര്യമാണ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഒരു വലിയൊരു ബിഗ് കമ്പനി ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം. ആർക്ക്? അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന് നിങ്ങൾ ആ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ബിക്കോസ് അവർക്കും കൂടെ എന്ത് ചെയ്യണം? ഡെവലപ്ഡ് ആയിട്ട് ഹൈ ലെവലിലേക്ക് എത്തേണ്ടതാണ്. എസ്പെഷ്യലി ഫോർ ഫേവറബിൾ ടേംസ്. അതായത് എല്ലാ മെഡിസിൻസിനോ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ട്സിനോ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫേവറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് മാത്രം ഈ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ മതി എന്ന് ഒരുപാട് കാലമായിട്ട് നമ്മുടെ WTO മൾട്ടിലാറ്ററൽ ഫോറംസിലൊക്കെ ഇന്ത്യ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. The new international economic corridor since 1974 sought easier technology transfer for development. Progress is still limited by IP rights and restrictive practices by developed countries.
അപ്പോൾ നമ്മൾ 1974 ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ പുതിയൊരു ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം ഡെവലപ്പിംഗ് കൺട്രീസിന് എന്ത് നൽകണം? ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ ലിമിറ്റഡ് IP റൈറ്റ്സ് ആണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും വളരെ ലിമിറ്റഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ എന്റെ പേറ്റന്റ് എനിക്ക് എടുക്കാൻ സാധിക്കില്ല, അത് എല്ലാവർക്കും ജനറിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും പല രാജ്യങ്ങളും ഈ ഒരു നിയമം ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആസ് എ റിസൾട്ട് ദ CETA മാർക്സ് എ സെറ്റ്ബാക്ക് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് അറ്റംപ്റ്റ്സ് ടു എൻഷുർ അഫോർഡബിൾ മെഡിസിൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻഡ് ഫൈനലി നമുക്ക് CETA അഗ്രിമെന്റ്സ് എന്താണ് പറയുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിന് സെറ്റ് ബാക്ക് ആണ്. ബിക്കോസ് CETA അഗ്രിമെന്റിൽ ഇപ്പൊ UK ഒരു ഡെവലപ്ഡ് കൺട്രി ആണ്, ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആണ്. CETA അഗ്രിമെന്റിൽ വളണ്ടറി ലൈസൻസിങ് ആണെങ്കിൽ ഓഫ്കോഴ്സ് ഈ അഗ്രിമെന്റ് പ്രകാരം UK കമ്പനികൾക്ക് എന്ത് ലഭിച്ചു? മാർക്കറ്റ് ആക്സസ് ലഭിച്ചു, ഇന്ത്യൻ മാർക്കറ്റ് ആക്സസ് ലഭിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന 100 രൂപേന്റെ ഒരു മെഡിസിൻ ആണെങ്കിൽ ഇന്ത്യയിൽ അത് 100 രൂപക്ക് തന്നെ വെക്കും. മേ ബി ചിലപ്പോൾ ഇന്ത്യയിൽ അതിൽ 10 രൂപക്ക് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് അവിടെ വളണ്ടറി ലൈസൻസ് ആയതുകൊണ്ട് UK കമ്പനി തീരുമാനിക്കും ഇന്ത്യയിൽ ഇത് ഉണ്ടാക്കണോ വേണ്ടോ എന്നുള്ളത്. എനിക്ക് CETA അഗ്രിമെന്റിൽ ഒരു കമ്പൽസറി ലൈസൻസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അവകാശപ്പെടാം, ഓക്കെ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത 100 രൂപയുടെ മെഡിസിൻ ഞങ്ങളുടെ 10 രൂപക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും, ഞങ്ങൾക്ക് അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം. ബട്ട് ആ ഒരു കണ്ടീഷൻസ് ഈ CETA അഗ്രിമെന്റിൽ കാണുന്നില്ല. ദാറ്റ് മീൻസ് വളണ്ടറി ലൈസൻസിങ് മാത്രമേ ഉള്ളൂ, എന്തില്ല? കമ്പൽസറി ലൈസൻസിങ് ഇല്ല. GS പേപ്പർ 3 എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. പലപ്പോഴായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. മെഡിസിൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വരും? കമ്പൽസറി ആൻഡ് വളണ്ടറി ലൈസൻസിങ് വരും. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യസ് ട്രേഡ് പോളിസി, WTO അഗ്രിമെന്റ്സ്, ദെൻ GS പേപ്പർ 3 ഇന്ത്യൻ എക്കണോമി, ടെക്നോളജി ട്രാൻസ്ഫർ, ഹെൽത്ത് കെയർ, എൻവയറമെന്റൽ ഇഷ്യൂസ്. പ്രിലിംസിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമി, IPR റൈറ്റ്സ്, ഹെൽത്ത് സെക്ടർ. ഓക്കെ, സോ ഇതാണ് ഈ ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. Okay, moving on to next article. The right to repair must include right to remember. ഈ ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം റൈറ്റ് ടു റിപ്പയർ. ദാറ്റ് മീൻസ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, അത് ചിലപ്പോൾ കേടായി കഴിഞ്ഞാൽ നമ്മളത് കളയുന്നു. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ് റിപ്പയർ. സോ റൈറ്റ് ടു റിപ്പയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എന്താണ് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് റീസൈക്ലിംഗ് ആണ് ചെയ്യാറുള്ളത് അല്ലേ? ഓൾറെഡി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ റീസൈക്ലിംഗ് പോകും. സോ അതിന് മുന്നേ നടക്കുന്ന ഒരു കാര്യമാണ് റിപ്പയറിംഗ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിപ്പയറിംഗ് പോളിസിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, റിപ്പയറിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഫോർമൽ ജോബ് സെക്ടറിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റിപ്പയർ, അതുപോലെ തന്നെ റിപ്പയറിംഗ് ഇൻഡസ്ട്രീസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ ഒരു ലാക്കിംഗ് ആണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ നോക്കാൻ പോകുന്നത്. GS പേപ്പർ 2 ഗവേണൻസ്, പോളിസി സപ്പോർട്ട്, സ്കിൽ ഡെവലപ്മെന്റ്, ആൻഡ് GS പേപ്പർ 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ്, സർക്കുലർ എക്കണോമി, ആൻഡ് GS പേപ്പർ 4 എത്തിക്സ് ഓഫ് ഇൻക്ലൂഷൻ, സസ്റ്റൈനബിലിറ്റി, റെക്കഗ്നിഷൻ ഓഫ് ഇൻഫോർമൽ എക്സ്പെർട്ടൈസ്, ആൻഡ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ സയൻസ് ആൻഡ് ടെക്, കൺസ്യൂമർ റൈറ്റ്സ്, എൻവയോൺമെന്റ്, എക്കണോമി ആണ് ഈ ആർട്ടിക്കിൾസിന്റെ സിലബസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. In May 2025, India advanced sustainable electronics by accepting a repairability index for mobiles appliances, ranking products by ease of repair, spare parts access, and software support. അപ്പോൾ 2025 ഇന്ത്യ ഒരു റിപ്പയറബിലിറ്റി ഇൻഡെക്സ് എസ്പെഷ്യലി ഫോർ മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ മറ്റ് ഹോം അപ്ലയൻസസ്, അതിന് റിപ്പയറബിലിറ്റി ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ റാങ്കിങ് ഒരു ലോ ലെവലിലാണെന്നാണ് പറയുന്നത്. റാങ്കിങ് പ്രൊഡ്യൂസസ് ഈസ് ഓഫ് റിപ്പയർ. അപ്പോൾ ഈ റാങ്കിങ് ക്രൈറ്റീരിയ എന്താണ്? റാങ്കിങ് ക്രൈറ്റീരിയ അതായത് റിപ്പയറബിലിറ്റി ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് എത്രത്തോളം, അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത് എത്ര, ഒരു 100 പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, അതിൽ എത്ര പ്രൊഡക്റ്റ് ആണ് നമ്മൾ റിപ്പയർ, ചിലപ്പോൾ 50 പ്രൊഡക്റ്റ് നമ്മൾ റിപ്പയറിന് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? അതിന് റിപ്പയറബിലിറ്റി ഇൻഡെക്സ് 50% ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് റിപ്പയറബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിപ്പയറബിലിറ്റി ഇൻഡെക്സ് നോക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുള്ള ഈസ് ഓഫ് റിപ്പയർ, അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിപ്പയർനെസ്, ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്നു, കംപ്ലീറ്റ് ടൈറ്റ് പാക്കഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഐഫോൺ പോലത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് റീസെയിൽ വാല്യൂ ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ ഒരു സീൽഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് പോകുന്നത്. ഓക്കെ, ഈസ് ഓഫ് റിപ്പയർ, അതുപോലെ തന്നെ സ്പെയർ പാർട്ട് ആക്സസ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നു, നമുക്ക് അതിന്റെ സ്പെയർ പാർട്ട് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് കളയാണ് ചെയ്യുന്നത്, റിപ്പയർ ചെയ്യുന്നില്ല അല്ലേ? അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന് സോഫ്റ്റ്വെയർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളത് കളയണം. എസ്പെഷ്യലി മൊബൈൽ ഫോൺസിന്റെ കണ്ടീഷനാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത് കേട്ടോ. Then e-waste policies now incentivize formal recycling through minimum payments and promote product repair. അതായത് നമ്മുടെ പുതിയ വേസ്റ്റ് പോളിസീസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെന്റിവൈസ് കൊടുക്കുന്നുണ്ട്.
അതായത് ഫോമർ റീസൈക്ലിംഗ് മെത്തേഡിന് ഇൻസെന്റിവൈസ് കൊടുത്തിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മിനിമം പേയ്മെന്റുകളാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് മിനിമം പേയ്മെന്റുകളാണ് അവർ കൊടുക്കുന്നത്. കാരണം വളരെ ചെറിയൊരു പേയ്മെന്റ് മാത്രം കൊടുക്കുന്നത്. എന്തിനാണ് പേയ്മെന്റ് വളരെ ചെറുത് കൊടുക്കുന്നത്? ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി അത് ഡാമേജ് ആവുന്നു, അത് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഹൈ വാല്യൂ അതിന് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് റീസൈക്ലിംഗ് വേണ്ടി കൊടുക്കും അല്ലെ? അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ റീസൈക്ലിംഗ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ പേയ്മെന്റ് കുറവാണ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കും അല്ലെ? നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളൊരു 1000 രൂപക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു എന്ന് കരുതുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിത് റീസൈക്ലിംഗിന്, ദാറ്റ് മീൻസ് നിങ്ങളിത് തിരിച്ച് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ച് ഒരു കുറച്ച് യൂസിന് ശേഷം നിങ്ങൾ തിരിച്ച് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 500 രൂപയാണ് ആ മൊബൈൽ ഫോണിന് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലാഭമാണെന്ന് പറയാം അല്ലേ? ഒരു 50% നമുക്ക് ലഭിക്കുന്നു എന്ന് കരുതാം. ഓക്കെ, സോ ഇനി നിങ്ങളത് തിരിച്ച് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിത് റീസൈക്ലിങ്ങിന് കൊടുക്കുകയാണ്. റീസൈക്ലിംഗ് കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിന് ചിലപ്പം 700 രൂപ കിട്ടും. അപ്പം നിങ്ങൾ എന്താണ് കൂടുതൽ ചെയ്യുക? മൊബൈൽ ഫോൺ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യില്ല അല്ലേ? 500 രൂപയ്ക്ക് റിപ്പയർ കോസ്റ്റ്. റിപ്പയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യും? റീസൈക്ലിംഗ് കൊടുക്കില്ല. റീസൈക്ലിംഗിന് 700 രൂപ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിത് റീസൈക്ലിങ്ങിന് കൊടുക്കും. അപ്പം ഈ ഒരു എമൗണ്ട് അവർ കുറക്കാണ് ചെയ്യുന്നത്. ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? 200 രൂപയാക്കും. ഓക്കെ, അപ്പം മൊബൈൽ ഫോൺ ഡാമേജ് ആയി കഴിഞ്ഞാൽ 200 രൂപക്ക് നമ്മളത് റീസൈക്കിൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 500 രൂപക്ക് അത് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ കൊടുത്ത 200 രൂപ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ലാഭമൊന്നുമില്ല. നമുക്ക് 500 രൂപ വീണ്ടും റെഡിയാക്കി കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, സോ അതാണ് ഈ വേസ്റ്റ് പോളിസീസ്. റീസെന്റ് ആയി പറഞ്ഞത് ഒരുപാട് വേസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് റെഡിയാക്കാൻ വരുന്ന മൊബൈൽ ഫോൺസുകൾ അല്ലെങ്കിൽ മറ്റ് അപ്ലയൻസ് ആയിക്കോട്ടെ, നിങ്ങൾ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. Okay, because India's repair sector holds a rich cultural and intellectual value, preserving hands-on skills and informal knowledge critical to resilience and daily life. അപ്പോൾ ഇന്ത്യയുടെ റിപ്പയർ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താണ് ഒരു റിച്ച് കൾച്ചറും കൂടി ഉള്ളത് കാര്യമാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ AI പോളിസി ആയിക്കോട്ടെ, ഒരുപാട് പോളിസികൾ ഫോക്കസ് എന്താണ്? പുതിയ പുതിയ ഇന്നോവേഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ എക്കണോമി ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഒരു റിപ്പയർ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പോളിസികളൊന്നും ഇറങ്ങാറില്ല. ഒരു ഇൻഫോർമൽ സെക്ടർ ആണ് നമ്മളെ റിപ്പയർ എക്സ്പെർട്ടൈസ് എന്നുള്ളത്. ഇൻഫോർമൽ റിപ്പയർ എക്സ്പെർട്ടൈസ് ഈസ് നോട്ട് യെറ്റ് റെക്കഗ്നൈസ്ഡ് ഇൻ ഡിജിറ്റൽ ഫ്രെയിംവർക്സ്. Okay, much of India's repair knowledge is based on muscle memory and years of practical experience. അപ്പം ഇന്ത്യയുടെ ഒരു റിപ്പയർ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് പഠിച്ചു വന്നിരിക്കുന്ന ആൾക്കൊന്നും പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് വേണം, അതുപോലെ തന്നെ മസിൽ മെമ്മറി. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെ കോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് ഡാമേജ് എന്നൊക്കെ പറയുന്നത് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ആണ്. ഓക്കെ, ഒരു മൊബൈൽ ഫോൺ ലഭിക്കുന്നു, അത് കാണുമ്പോൾ തന്നെ ഓക്കെ ഇതിന് ഇതാണ് ഡാമേജ്, ഇത്രത്തോളം എന്താണ് റേറ്റ് ആവുക എന്നൊക്കെ പറയുന്നത് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ആണ്. അപ്പോൾ ഒരിക്കലും അതിനകത്ത് നമുക്ക് ഡിജിറ്റൽ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. റിപ്പയർ ജസ്റ്റിസ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഫോർമൽ റിപ്പയറേഴ്സ് സേഫ് ഗാർഡ് livelihoods, reduce e-waste and drive grassroots innovation for sustainable growth. അപ്പോൾ റിപ്പയർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ റിപ്പയർ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് ഇതൊരു ഇൻഫോർമൽ സെക്ടർ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ആ ആളുകൾക്ക് എന്താണ് ഇൻഫോർമൽ സെക്ടർ ആണ്, പ്രത്യേകമായിട്ട് ഇന്നോവേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സെക്ടറും കൂടിയാണ്. അപ്പോൾ റിപ്പയർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് റിപ്പയർ ജസ്റ്റിസ് എന്ന് പറയുന്നത്. റിപ്പയറേഴ്സിന് സേഫ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ്, ദാറ്റ് മീൻസ് അവർക്ക് നല്ല സാലറി കിട്ടും, നമ്മൾ ഈ വേസ്റ്റുകൾ കുറയും, അതുപോലെ തന്നെ പുതിയ ഇന്നോവേഷൻസിനും ഒരു ഗ്രാസ് റൂട്ട് ആയി മാറുകയും ചെയ്യുന്നു. ഓക്കെ, പോളിസി മസ്റ്റ് ബാലൻസ് അഡ്വാൻസിങ് ടെക്നോളജി വിത്ത് പ്രിസർവിംഗ് റിപ്പയർ ട്രഡീഷൻ. അതായത് പോളിസികൾ എങ്ങനെ ബാലൻസ് ചെയ്യണം? പുതിയ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഇന്നോവേഷൻസ് പോകുന്ന പോലെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾക്ക് ആവശ്യമുള്ള റിപ്പയർ ട്രഡീഷൻസും അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് റിപ്പയർ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യുന്ന കണ്ടീഷൻസിലേക്ക് പോകണമെന്നാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. Okay, the global right to repair movement is gaining traction. Manufacturers in the EU must offer spare parts and repair documentation. അപ്പം ഈ യൂറോപ്യൻ യൂണിയനിലുള്ള മാനുഫാക്ചേഴ്സ് ഒക്കെ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ റിപ്പയർ ചെയ്യണം, റിപ്പയർ ഡോക്യുമെന്റേഷൻ കൊടുക്കും. ഒരു മൊബൈൽ ഫോണാണ് ഇങ്ങനെ റിപ്പയർ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടത്, അതിന് സ്പെയർ പാർട്സുകളും ഈസി ആയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കും. ഇന്ത്യസ് 2022 റൈറ്റ് ടു റിപ്പയർ ഫ്രെയിംവർക്ക് ആൻഡ് 2023 നാഷണൽ പോർട്ടൽ കവർ electronics, cars and farm equipments, aligning with United Nations Sustainable Development Goal 12 on responsible consumption. അപ്പം ഇന്ത്യസ് 2022 റൈറ്റ് ടു റിപ്പയർ ഫ്രെയിംവർക്കും അതുപോലെ തന്നെ 2023 നാഷണൽ പോർട്ടൽ പോലും എന്താണ് പറയുന്നത്?
നമ്മളെ UN SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ 12 അലൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ? അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഒരു 30 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട്. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ പ്രിലിംസ് നോട്ടിൽ. എന്തൊക്കെയാണ് 30 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്? ഓക്കെ, നന്നായിട്ട് എഴുതുക. അതിന്റെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും അത് ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് SDGയുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ 12ാമത്തെ ഗോൾ പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ. അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യണം. നമ്മൾ ഉപയോഗിച്ചിട്ട് ചെറിയ ഡാമേജ് വരുന്ന സമയത്ത് കളയുന്നത് പോലെയല്ല, റെസ്പോൺസിബിൾ ആയിട്ട് അത് എൻഡ് സ്റ്റേജ് വരെ ഉപയോഗിക്കാൻ പറ്റണം. റിപ്പയറിംഗ് ഡിവൈസസ് എക്സ്റ്റെൻഡ് ദർ ലൈഫ് ഹെൽപ്സ് ദ എൻവയോൺമെന്റ് ആൻഡ് എസെൻഷ്യൽ ഇൻ മാനേജിങ് ഇന്ത്യസ് ഗ്രോയിങ് ഇ വേസ്റ്റ്. ഇപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ വേസ്റ്റുകൾ കുറക്കുന്നു അല്ലെ, എസ്പെഷ്യലി ഈ വേസ്റ്റുകൾ കുറക്കാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 2021-22 കാലഘട്ടത്തിൽ മാത്രമായിട്ട് 1.6 മില്യൺ ടൺസ് ഓഫ് ഈ വേസ്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും അത് റീയൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ലൈഫ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വേസ്റ്റുകൾ കുറക്കാൻ സാധിക്കും അല്ലെ. Recognizing repairers as contributors to the circular economy supports sustainability and job security in the informal sector. Innovations like digital inventories, diagnostics tools and accessible instructions can empower and standardize repair work. പുതിയ ഇന്നോവേഷൻസ് വേണമെങ്കിൽ കൊണ്ടുവരാം. ഡിജിറ്റൽ ഇൻവെന്ററീസ്, ഡയഗ്നോസ്റ്റിക്സ് ടൂൾസ്, ഓക്കെ, റിപ്പയർ ഫ്രെയിം വർക്കുകളെ വീണ്ടും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദർ ഇസ് എ നീഡ് ഫോർ ക്രോസ് മിനിസ്റ്ററിയൽ കോർഡിനേഷൻ. അപ്പം ഇത് ഒരു പോളിസി, ഒരു നാഷണൽ ലെവലിൽ ഒരു പോളിസി ആയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മിനിസ്റ്ററിയൽ കോർഡിനേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് IT, കൺസ്യൂമർ അഫയേഴ്സ്, ലേബർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയിരിക്കുന്ന മിനിസ്റ്ററീസ് ഒരുമിച്ച് വന്നാൽ മാത്രമാണ് നമ്മളെ ഈ റിപ്പയർ ടെക്നീഷ്യൻസ് അവർക്ക് ട്രെയിനിങ്ങോ സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ സോഷ്യൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഈ വേസ്റ്റ് പോളിസികൾ നമുക്ക് കൊണ്ടുപോകാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ പറഞ്ഞിരിക്കുന്ന 12 പറഞ്ഞിരിക്കുന്ന ഗോളായിട്ടുള്ള റെസ്പോൺസിബിൾ കൺസപ്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഓൺ ദ റെയിൽ ട്രാക്ക് ടുവാർഡ്സ് ബിലോങ്ങിങ്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾസിൽ റീസെന്റ് ആയിട്ട് നമ്മുടെ ജമ്മു ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, ജമ്മുവിൽ നിന്ന് ജമ്മു ശ്രീനഗർ ആൻഡ് ബാരാമുള്ള റെയിൽ ലിങ്ക്, ഓക്കെ, ബാരാമുള്ള ജമ്മു ശ്രീനഗർ ബാരാമുള്ള റെയിൽ ഫ്രെയിംവർക്കിനെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെയിൽവേ നെറ്റ്വർക്കാണ്. ഓക്കെ, completion of Jammu Srinagar Baramulla rail link is a historic engineering achievement and symbol of integration between Jammu and Kashmir and rest of the India. പ്രിലിംസിലെ ജിയോഗ്രഫി അല്ലെങ്കിൽ GS-Paper 1 നിങ്ങൾക്ക് എടുക്കാം, GS-Paper 2 ഗവേണൻസ്, GS-Paper 3 ഇൻഫ്രാസ്ട്രക്ചർ, ഏത് സിലബസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താം. അപ്പോൾ റീസെന്റ് ആയിട്ട് ജമ്മു ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ഇന്ത്യയുടെ ഒരു സിംബോളിക് ഇന്റഗ്രേഷൻ ആണ്. ദാറ്റ് മീൻസ് എപ്പോഴും ജമ്മു ആൻഡ് കാശ്മീർ എപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണല്ലോ ജമ്മു ആൻഡ് കാശ്മീർ. റോഡ് വഴി നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കില്ല, കാരണം റോഡ് എന്താണ് മല ഇടയിലൂടെയുള്ള റോഡുകളായതുകൊണ്ട് തന്നെ ഇൻ കേസ് ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആക്സസിബിലിറ്റി കിട്ടില്ല ജമ്മു ആൻഡ് കാശ്മീരിലേക്കുള്ള. ബട്ട് റീസെന്റ് ആയിട്ടുള്ള ജമ്മു ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ഒരു സിംബൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ് ബിറ്റ്വീൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ. The 272 kilometer rail line bridges the Pirpanjal and Himalayan ranges. അപ്പോൾ പിർപ്പാഞ്ചലും ഹിമാലയത്തിന് 2 റേഞ്ചസുകളാണ് പറയുന്നത്, പിർപ്പാഞ്ചൽ റേഞ്ചും അതുപോലെ തന്നെ ഹിമാലയൻ റേഞ്ചും. ഹിമാലയൻ റേഞ്ചും പിർപ്പാഞ്ചൽ റേഞ്ചും ഈ 2 റേഞ്ചസിനെയും കണക്ട് ചെയ്യുന്നതും കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ 272 കിലോമീറ്റർ റെയിൽ ലൈൻ ബ്രിഡ്ജസ്. അത് ഏതൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? പ്ലേസസ് ലൈക്ക് സപ്പോർ, അനന്ത്നാഗ്, കൊസ്യാഗുണ്ട്, അതുപോലെ തന്നെ ബനിഹാൾ തുടങ്ങിയിരിക്കുന്ന ഏരിയസിനാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള റെയിൽ ലിങ്ക് കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും? ഇറ്റ് എൻഹാൻസസ് മാർക്കറ്റ് ആക്സസ്. എസ്പെഷ്യലി ഇപ്പൊ ബാരാമുള്ളയുടെ ആളുകൾക്കൊക്കെ ഇന്ത്യയിലേക്കുള്ള മാർക്കറ്റിലേക്കുള്ള ആക്സസ് ലഭിക്കും. എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വന്ന് പഠിക്കാൻ സാധിക്കും. ഹെൽത്ത് കെയർ സെക്ടറിൽ ജോബിനാണെങ്കിൽ വരാം. ബിക്കോസ് റോഡ് വഴിയുള്ള മാർഗം അത്ര ഈസി ആയിട്ട് പോവില്ല. മോർ ദാൻ ജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ദ പ്രൊജക്ട് ഫോസ്റ്റേഴ്സ് ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ ബൈ enabling both practical access and socio-economic development, narrowing physical and psychological gaps. അപ്പോൾ മോർ ദാൻ ജസ്റ്റ് ഇത് ജസ്റ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിട്ട് കാണാൻ സാധിക്കില്ല, ഇതൊരു നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. അതായത് ജമ്മു ആൻഡ് കാശ്മീർ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഈ ജമ്മു ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. The railway is an example of overcoming formidable geotechnical and climatic challenges, reflecting the skill and perseverance of Indian railway engineers. അതായത് ഈ ഒരു റെയിൽവേ ക്രിയേഷൻസിന് ഒരുപാട് തരത്തിലുള്ള ക്ലൈമാറ്റിക് ചലഞ്ചസുകൾ, ജിയോ ടെക്നിക്കൽ ചലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള റെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ്
നമുക്കറിയാം മഞ്ഞ് വീഴ്ച ഉണ്ടായിരിക്കും, ഹാർഷ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ ഹിമാലയൻ റേഞ്ചസിൽ. സോ അതൊക്കെ വകവെക്കാതെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഈ 272 കിലോമീറ്റേഴ്സ് റെയിൽവേ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ബിൽഡ്സ് ഓൺ ഇന്ത്യസ് ലെഗസി ഓഫ് ambitious railway projects. That means നമ്മൾ ഓൾറെഡി വെസ്റ്റേൺ ഗഡ്സിൽ ആസാം റെയിലിംഗ്, നമ്മൾ വെസ്റ്റേൺ ഗഡ്സിലുള്ള ദാറ്റ് മീൻസ് നമ്മുടെ അടുത്തുള്ള റെയിൽവേ ലിങ്ക് കൊങ്കൺ റെയിൽവേ ഫോർ എക്സാമ്പിൾ, ആസാം റെയിൽവേ ലിങ്ക് റീഅഫേംസ് കാശ്മീർ സെൻട്രലാലിറ്റി ടു ഇന്ത്യസ് യൂണിറ്റി പ്രോഗ്രസ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള അംബീഷ്യസ് ആയുള്ള റെയിൽവേ പ്രൊജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ നമ്മുടെ കൊങ്കൺ റെയിൽവേ ആയിക്കോട്ടെ, ആസാമിലേക്കുള്ള റെയിൽവേ ലിങ്ക് ആയിക്കോട്ടെ. ബട്ട് ഈ പറഞ്ഞിട്ടുള്ള കാശ്മീർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജമ്മു ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് നമ്മുടെ ഒരു സെൻട്രാലിറ്റിയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ഒരു യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളൊരു റീഅഫർമേഷൻ ആണ് ഈ ഒരു റെയിൽവേ ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Strategic benefits include linking Kashmir rail network to the national grid, improving trade, emergency response and reducing dependency on the vulnerable Srinagar-Jammu highway. അപ്പോൾ ഇതിന്റെ സ്ട്രാറ്റജിക് ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നാഷണൽ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യണം, ട്രേഡ് ട്രാൻസ്പോർട്ടേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, എമർജൻസി റെസ്പോൺസ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും എമർജൻസി റെസ്പോൺസിന് ആവശ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്ക് ബാരാമുള്ളയിലേക്ക് ആളുകൾക്ക് പോകുന്നതിനും വരുന്നതിനും സാധിക്കും. അപ്പോൾ തന്നെ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസി ഓൺ ദ വൾണറബിൾ ശ്രീനഗർ ജമ്മു ഹൈവേ. അപ്പം നിലവിൽ നമുക്ക് ശ്രീനഗറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഹൈവേ ആണുള്ളത്. അപ്പം അത് ഭയങ്കര വൾണറബിൾ ആണ്. ദാറ്റ് മീൻസ് എപ്പോഴും മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവുന്നതാണ് ആ റോഡ്. എൻഷുർ റിലയബിൾ സപ്ലൈ ഓഫ് എസെൻഷ്യൽസ്, അതായത് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലേക്കെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ്, ഫ്യൂവൽ, മെഡിസിൻസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഹാസ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ഇമ്പാക്ട് ബൈ എൻകറേജിംഗ് കൾച്ചറൽ എക്സ്ചേഞ്ച്, ഷെയർഡ് എക്സ്പീരിയൻസ് ആൻഡ് റെഡ്യൂസിംഗ് ഐസൊലേഷൻ ഫോർ മൗണ്ടേനിയസ് കമ്മ്യൂണിറ്റീസ്. എസ്പെഷ്യലി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GS പേപ്പർ 4 കൂടി വരുന്ന ഒരു ആർട്ടിക്കിൾ ആട്ടോ ഇത്. ദാറ്റ് മീൻസ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അപ്പം ബാരാമുള്ള അവിടെയുള്ള ആളുകൾക്ക് റോഡ് മാർഗം എത്താൻ സാധിക്കാത്ത അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ആയിട്ടാണ് മാറിക്കൊണ്ടത്. പക്ഷേ റെയിൽവേ മാർഗം വഴി വരുന്ന സമയത്ത് ലോ കോസ്റ്റിന് അവർക്ക് റെസ്റ്റ് ഓഫ് ദി ഇന്ത്യയുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. കൾച്ചർസ് എക്സ്ചേഞ്ച് ആവും, അവരുടെ എക്സ്പീരിയൻസ് ഷെയർഡ് ആവും. അതുപോലെ തന്നെ അവർ ഐസൊലേറ്റഡ് ആണെന്നുള്ള ചിന്താഗതി, ദാറ്റ് മീൻസ് ഞങ്ങളൊരു മൗണ്ടൻ കമ്മ്യൂണിറ്റീസ് ആണ്, ഞങ്ങളിലേക്ക് ആരും വരുന്നില്ല എന്നുള്ള അവർ ചിന്താഗതി, അവർ ഐസൊലേഷൻ ചിന്താഗതി അവർക്ക് മാറും. Stimulates economic growth through opportunities for new agro-logistic hub, skill centers and industrial zones near stations. ഇത് കൂടാതെ തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ലിങ്കിന്റെ അടുത്ത് നമുക്ക് പുതിയ അഗ്രോ ലോജിസ്റ്റിക് ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്യാം, സ്കിൽ സെന്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സോണുകളൊക്കെ ആയിട്ട് മാറാം. എന്താണ് അഗ്രോ ലോജിസ്റ്റിക് ഹബ്ബ്? അതായത് ഇവിടെ നിന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമേഴ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും അവിടെ കൊണ്ടുവച്ച് റെയിൽവേ മാർഗം വഴി നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ആക്സസ് ലഭിക്കുകയാണ്. Sustainable success depends on careful stations and last mile development, service regularity and active involvement of local entrepreneurs, women's groups and artisans. Okay, so this model represents of patience, inclusive and deliberate democratic development shaping the region's future. So ഇത്ര ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. ബട്ട് പ്ലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്കും ഏതൊക്കെ പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും നോക്കിക്കോളൂ. ബിക്കോസ് ഇത് ഇന്ത്യയുടെ ഒരു പ്രൈഡ് ആണ്. അതുകൊണ്ട് തന്നെ UPSC മേ ബി ഒരു ഫോക്കസിങ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ. Nisar, anything that moves Nisar will see with unprecedented fidelity. That means Nisar നമ്മൾ റീസെന്റ് ആയിട്ട് ISROയും നാസയും ചേർന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ജൂലൈ 31, 2025 ശ്രീഹരിക്കോട്ടയിൽ വെച്ചിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ISROയുടെ സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിൽ വെച്ചിട്ടായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ് ഡ്യുവൽ ഫ്രീക്വൻസി റഡാർസ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് L band ഫ്രം ദ നാസ ആൻഡ് S band ഫ്രം ദ ISRO. ഡ്യുവൽ ഫ്രീക്വൻസി റഡാർസുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഫോർ അൾട്രാ ഹൈ പ്രിസിഷൻ മോണിറ്ററിംഗ് ഓഫ് എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസ് അൾട്രാ ഹൈ പ്രിസിഷനോട് കൂടി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിസാർ സാറ്റലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിസാർ കാൻ ഡിറ്റക്ട് മൂവ്മെന്റ്സ് ഈവൻ സ്മോളർ ദൻ ഏരിയ ഓഫ് എ ടെന്നീസ് കോർട്ട്. അതായത് ഒരു ടെന്നീസ് കോർട്ടിനെക്കാട്ടും ചെറിയ ഏരിയൻ്റെ അകത്തുള്ള ചെറിയൊരു മൂവ്മെന്റ് പോലും നമ്മുടെ ഓർബിറ്റിലുള്ള നിസാർ സാറ്റലൈറ്റ് ഡിറ്റക്ട് ചെയ്ത് അതിന്റെ മൂവ്മെന്റുകൾ പ്രെഡിക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, അതായത് എർത്തിന്റെ പുറത്തുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണെങ്കിൽ പോലും ആര് കൊണ്ടുവരും? ഈ നിസാർ സാറ്റലൈറ്റ് നമുക്ക് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ സാറ്റലൈറ്റ് വിൽ ട്രാൻസ്ഫോം ക്ലൈമാറ്റിക് സയൻസ് ബൈ കണ്ടിന്യൂസ്ലി മോണിറ്ററിംഗ് സോയിൽ മോയ്സ്ചേഴ്സ്. ഓക്കെ, എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾ ആലോചിച്ചോ. മേ ബി ക്വസ്റ്റ്യൻ ഒക്കെ ഇടാം.
സോ ഇതിന്റെ അപ്ലിക്കേഷൻസ് മോണിറ്ററിങ് സോയിൽ മോയ്സ്ചർ, സോയിലിന്റെ മോയ്സ്ചർ മോണിറ്റർ ചെയ്യാം, അഗ്രികൾച്ചർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഓക്കെ, തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സാറ്റലൈറ്റ് നമുക്ക് എന്ത് ചെയ്ത് തരും, ഐഡന്റിഫൈ ചെയ്ത് തരും. ഈ നിസാർ സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 11 വർഷം ടൈമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, 12 മീറ്റർ അൺവൾണറബിൾ ആൻഡ് റഡാർ ആന്റിന തുടങ്ങിയിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസ് ആണ് ഈ നിസാർ സാറ്റലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നിസാർ യൂസസ് യുണീക് സ്വീപ് സാർ ടെക്നോളജി. ഓക്കെ, ഉപയോഗിക്കുന്ന ഒരു പുതിയ ടെക്നോളജി സ്വീപ് സാർ ടെക്നോളജി വിച്ച് അലോസ് വൈഡ് ഏരിയ സ്കാനിങ് വിത്ത് ഹൈ സ്പേഷ്യൽ റെവല്യൂഷൻ. അത് വളരെ വൈഡ് ഏരിയയിലേക്ക് അത് സ്കാൻ ചെയ്തിട്ട് ഹൈ റെസൊല്യൂഷനിൽ ഈ ഒരു എൻറ്റയർ ഏരിയസിനെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ദ സാറ്റലൈറ്റ് ഹെൽപ്സ് ട്രാക്ക് ആൻഡ് പ്രിഡിക്ട് നാച്ചുറൽ ഹസാർഡ്സ്. ഈ ഒരു സാറ്റലൈറ്റ്, അതായത് ഭൂമിയുടെ മുകളിൽ നിന്ന് ഈ സാറ്റലൈറ്റ് എന്ത് പ്രിഡിക്ട് ചെയ്യും? ഫ്ലഡ്, ഡ്രോട്ട്, എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്സ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അത് പ്രിഡിക്ട് ചെയ്യും. ഓക്കെ, ഡയറക്ട്ലി സപ്പോർട്ടിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ റിസോഴ്സ് യൂസ്. ഓഫേഴ്സ് വാല്യുബിൾ അഗ്രികൾച്ചർ റിസ്ക് അസസ്മെന്റ്. ഇതുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമേഴ്സിനും അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിനും വ്യക്തമായിട്ടുള്ള അഗ്രികൾച്ചർ റിസ്ക്, ഫ്ലഡ് വരാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ സോയിൽ മോയ്സ്ചർ കുറയാൻ സാധ്യതയുണ്ടോ, ഡ്രോട്ട് വരാൻ സാധ്യതയുണ്ടോ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രിസൈസ്ലി ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ നിസാർ സാറ്റലൈറ്റ് നമുക്ക് കൊടുക്കും. അത് ഫാമേഴ്സിനും അതുപോലെ തന്നെ ഫാമേഴ്സിന് ആവശ്യമായ രീതിയിലുള്ള പോളിസി മേക്കേഴ്സ്, ദാറ്റ് മീൻസ് ഗവൺമെന്റിനും ആവശ്യമായ സപ്പോർട്ട് നൽകും. സോ ലോഞ്ച് ഇൻ സൺ സിങ്ക്രണസ് പോളാർ ഓർബിറ്റ്. എവിടെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? സൺ സിങ്ക്രണസ് പോളാർ ഓർബിറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്രം GSLV F-16 ഫ്രം ശ്രീഹരിക്കോട്ട. ഇറ്റ് റീവിസിറ്റ് ദ സെയിം ലൊക്കേഷൻ ഗ്ലോബലി എവറി 12 days. സെയിം ലൊക്കേഷൻ, അതായത് ഗ്ലോബലി ഉള്ള സെയിം ലൊക്കേഷൻസിൽ ഓരോ 12 ദിവസം ഈ സെയിം ലൊക്കേഷൻസിൽ വന്നിട്ട് ഒബ്സർവ് ചെയ്ത് പോകും. അതായത് ഇത് ഭൂമിനെ മൊത്തം കറങ്ങി വരികയാണ്. ഒരു 12 ദിവസം കൊണ്ട് ഭൂമിനെ കറങ്ങിയിട്ട് സെയിം ലൊക്കേഷൻ വീണ്ടും ഒബ്സർവ് ചെയ്യും. അടുത്തൊരു 12 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് ഒബ്സർവ് ചെയ്തിട്ട് പോകും. ഓക്കെ, എൻഷുറിംഗ് കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റന്റ് ഡാറ്റ ഇൻഡിപെൻഡന്റ് ഓഫ് വെദർ ഓർ ലൈറ്റ് കണ്ടീഷൻസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ നൽകും. വെദർ ആയിക്കോട്ടെ, ലൈറ്റ് കണ്ടീഷൻ ആയിക്കോട്ടെ, ഇതൊന്നും ഇതിനെ ഡാമേജ് ചെയ്യില്ല. നിസാർ ബ്രിഡ്ജസ് സയൻസ്, പബ്ലിക് പോളിസി ആൻഡ് എൻവയറൺമെന്റ് ബൈ പ്രൊവൈഡിംഗ് റിച്ച് ഡാറ്റ സെറ്റ്സ് ടു റിസർച്ചേഴ്സ്, ഗവൺമെന്റ് ആൻഡ് സിവിൽ സൊസൈറ്റി ഫോർ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ്. അപ്പം എന്താണ്, പബ്ലിക് പോളിസി ആയിക്കോട്ടെ, എൻവയറൺമെന്റൽ സയൻസ് ആയിക്കോട്ടെ, ആവശ്യമുള്ള സപ്പോർട്ട് നൽകുന്നതിലൂടെ തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള റിസർച്ച് ഡാറ്റാസ് ആണ് ലഭിക്കുന്നത്. ദ മിഷൻ അണ്ടർസ്കോർസ് ദ പവർ ഓഫ് ഇന്തോ-US സ്പേസ് കോർപ്പറേഷൻ ആൻഡ് ഇസ് എ മോഡൽ ഓഫ് ഇന്റർനാഷണൽ സയന്റിഫിക് പാർട്ണർഷിപ്പ്, managing enormous data output and converting it into accessible, actionable insight is a future challenge for scientists and end users. Okay, ഇതൊരു ഇന്തോ-US സ്പേസ് കോർപ്പറേഷന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള മൂവും കൂടിയാണ്. നിസാർ വിൽ ബൂസ്റ്റ് സ്റ്റഡീസ് ഇൻ എർത്ത് സർഫസ് ചേഞ്ചസ്. എർത്തിന്റെ സർഫസ് ചേഞ്ചസിനെ പറ്റി പഠിക്കും, ഐസ് മൂവ്മെന്റിനെ പറ്റി പഠിക്കും, സീ ലെവൽ റൈസ്, അർബൻ പ്ലാനിങ്. ഓക്കെ, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് പ്ലാനറ്ററി സയൻസ് ഫണ്ടമെന്റൽസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിസാർ സാറ്റലൈറ്റ് നമുക്ക് ഡാറ്റാസുകൾ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് നൽകുന്നതായിരിക്കും. ദ പ്രൊജക്ട് ഹൈലൈറ്റ്സ് ഇന്ത്യസ് ഗ്രോയിങ് ടെക്നോളജിക്കൽ strength in space science, innovation and earth observation. That's all for today. So ബാക്കി ന്യൂസ്, എല്ലാ ന്യൂസും നമ്മൾ എടുക്കുന്നില്ല. ബാക്കി ന്യൂസ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ നോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ നോട്ട് നിങ്ങൾക്ക്